നമസ്കാരം. പാലക്കാട്ടെ തിരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശ ദിവസമാണ് ഇന്ന്. വിവിധ പാർട്ടികളുടെ കൊട്ടിക്കലാശം നടക്കുന്നത് ഇന്ദിരാഗാന്ധി ബസ് സ്റ്റാൻഡിന് മുൻവശമുള്ള റോഡിലാണ്. 3 ഭാഗത്തു നിന്നും വരുന്ന റോഡാണ് ഇവിടെയുള്ളത്. ഈ 3 ഭാഗത്തേക്കും ഉള്ള റോഡുകളിൽ വിവിധ പാർട്ടികൾക്കായി ആ സ്ഥലങ്ങൾ മാറ്റി കൊടുത്തിരിക്കുകയാണ്. UDF-ൻ്റേത് ഒരു ഭാഗത്ത്, LDF-ൻ്റെ മറ്റൊരു ഭാഗത്ത്, BJP-യുടെ മറ്റൊരു ഭാഗത്ത്, പിന്നെ ചെറിയ പാർട്ടിക്കാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഇതിന് സമീപത്തുള്ള ബസ് സ്റ്റാൻഡിലുമൊക്കെയാണ് പോലീസ് സജ്ജീകരിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാം. ഈ വർണ്ണാഭമായ ആ ഒരു കൊട്ടിക്കലാശത്തിൻ്റെ ദൃശ്യങ്ങളും വിശേഷങ്ങളുമൊക്കെ കാണാം. സാക്ഷികളുടെ പേര് വിറ്റു തിന്നുവാൻ, സാക്ഷികളുടെ പേര് വിറ്റു തിന്നുവാൻ, സാക്ഷികളുടെ പേര് വിറ്റു തിന്നുവാൻ, സാക്ഷികളുടെ പേര് വിറ്റു തിന്നുവാൻ, രക്തസാക്ഷി മണ്ഡപത്തിൽ കപട പൂജ ചെയ്തുവാൻ, 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 വേണ്ട വേളയിൽ പാട്ടിലാക്കി നമ്മളെ, വേണ്ട വേളയിൽ പാട്ടിലാക്കി നമ്മളെ, വേണ്ട വേളയിൽ പാട്ടിലാക്കി നമ്മളെ, വേണ്ട വേളയിൽ പാട്ടിലാക്കി നമ്മളെ, 10 ലക്ഷം പട്ടിണി പടയ്ക്ക് ബാക്കി തന്നിവർ, 10 ലക്ഷം പട്ടിണി. കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഇനി പാലക്കാടിന് മുന്നിൽ സ്ഥാനമില്ല എന്നുറക്കെ പ്രഖ്യാപിക്കുകയാണ്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യരക്തം വേർതിരിക്കുന്ന ഗാന്ധി ഘാതകർക്ക് ഇനി പാലക്കാടിന് മുന്നിൽ
പാർട്ടിയെ താറടിക്കാൻ പേര് ചൊല്ലി കോൺഗ്രസ് പാർട്ടിയെ താറടിക്കാൻ BJP കമ്മികൾ ഒത്തുകൂടി കള്ളം പൊളിഞ്ഞു പാലക്കാടിൽ എന്നെ കിട്ടിയില്ല കമ്മികൾക്ക് പാർട്ടിക്കാരെ നിർത്തി മത്സരിക്കാൻ പാർട്ടി അടയാളം പറയാൻ പറ്റോ പാർട്ടിയെ വിറ്റോ പാലക്കാട് പാർട്ടിയെ വിറ്റോ പാലക്കാട് പ്രിയപ്പെട്ട സഖാക്കളെ, ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പാലക്കാട് അസംബ്ലി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് ആരാണ്? മഹാപ്രവാഹം തെളിയിക്കുന്നത് ഇത്തവണ പാലക്കാട്ട് ഇടതുപക്ഷം അതിന്റെ വിജയ പതാക നാട്ടിയിരിക്കും എന്നതാണ്. എത്തുമോ? ആ കൊടിയുടെ പ്രിയപ്പെട്ട താങ്കൾ സംസാരിക്കും. വർണ്ണാഭമായ ഘോഷയാത്രയും റോഡ് ഷോയും നടത്തിയാണ് ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിന് മുൻവശമുള്ള റോഡിൽ ആഘോഷപൂർവ്വം എത്തി കൊട്ടിക്കലാശം നടത്തിയത്. 6 മണിയോട് കൂടിയിട്ട് എല്ലാ പാർട്ടിക്കാരുടെയും ആഘോഷങ്ങളെല്ലാം പൂർണ്ണമായും നിലച്ചു. ഇനി പോളിംഗ് ബൂത്തുകളിൽ കാണാമെന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും പിരിഞ്ഞു പോയത്. എന്തായാലും വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. എല്ലാവരും വലിയ ആഹ്ലാദ തിമിർപ്പിൽ തന്നെയായിരുന്നു, ആവേശത്തിലൊക്കെയായിരുന്നു. യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. ഏകദേശം 1000-ലധികം പോലീസുകാരെയാണ് ഇവിടെ വിന്യസിച്ചത്. പോലീസുകാരെല്ലാവരും ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ എല്ലാം നിരീക്ഷണത്തിലായിരുന്നു. ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെ എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് പോലീസ് യഥാസമയം എല്ലാ ഇടങ്ങളിലും ഉണ്ടായിരുന്നു. യാതൊരു പ്രകോപനവും എങ്ങും ഉണ്ടാവാതെ സൂക്ഷിക്കുകയും ചെയ്തു. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ അരങ്ങേറിയില്ല. എന്തായാലും വിവിധ പാർട്ടികൾ എല്ലാവരും ചേർന്ന് ആഘോഷപൂർവ്വം തന്നെയാണ് ഈ ഒരു കൊട്ടിക്കലാശം അവസാനിപ്പിച്ചത്. ഇനി നാളെ മൗന പ്രചരണമാണ്. മറ്റന്നാളത്തേക്ക് ഇനി പോളിംഗ് ബൂത്തുകളിൽ കാണും. പാലക്കാട് നിന്നും നിത്യാനന്ദ ജഗനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.